തൃശൂർ പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്ത് നടക്കുന്ന ശതദിന നൃത്തോത്സവം ആസ്വാദക ശ്രദ്ധ നേടുന്നു. അസമിൽ നിന്നെത്തിയ നൃത്തസംഘത്തിന്റെ ബിഹു അവതരണം 90-ാം ദിനത്തിൽ നവ്യാനുഭവമായി. അസമിന്റെ തനത് കലാരൂപവും വിളവെടുപ്പ് നൃത്തവുമാണ് ബിഹു. സുമ്ര കലാകേന്ദ്രയുടെ ഗുരുവും ബിഹുരാജ്ഞിയുമായ മൗസുമി ബോറയും ശിഷ്യരായ ജെസിക്ക കശ്യപ്, റിഗുസ്മിത ശർമ്മ, ബരാഷ റാണി കാലിദ, അനാമിക കാലിദ, ബൃഷ്ടി തേഗ എന്നിവരടങ്ങുന്ന സംഘമാണ് ബിഹു ചേതോഹരമായി അവതരിപ്പിച്ചത്. കീറിയ മുളന്തണ്ടുകളും വട്ടികൊണ്ടുള്ള തൊപ്പിയും കിണ്ണം കളിക്ക് സമാനമായി പിച്ചള കൊണ്ടുള്ള കിണ്ണങ്ങളും കൈകളിലേന്തിയായിരുന്നു ബിഹു അവതരണം. കഥക് നൃത്തത്തിലെന്ന പോലെ ചക്രതിരിയലും ഉണ്ടായിരുന്നു. കൈകളെ പറവകളെപ്പോലെ ചലിപ്പിച്ചുകൊണ്ടായിരുന്നു നൃത്തം അരങ്ങേറിയത്. കപ്പക്കുഴലിലൂടെയുള്ള സംഗീതവും ചർമ്മവാദ്യങ്ങളും താരസ്ഥായിലുള്ള സ്ത്രീ പുരുഷ ശബ്ദഗാനങ്ങളും അകമ്പടിയേകി. അപൂർവ ചിത്രപ്പണി ചെയ്ത മുണ്ടും പ്രൗഢിയും ധരിച്ചുള്ള ദ്രുതചലന നൃത്തം ആസ്വാദകർക്ക് നവ്യാനുഭവമായി. തുടർന്ന് കാസർകോട് സോപാനം സ്കൂൾ ഓഫ് ആർട്സ് ഗുരു വന്ദന ഗിരീഷും ശിഷ്യ അമ്പിളി ബിജുവും നൃത്താർപ്പണം നടത്തി. കലാക്ഷേത്ര മീരാസുധന്റെ ശിഷ്യർ അവതരിപ്പിച്ച നൃത്താഞ്ജലിയും RLV ദിവ്യ നിഖിലിന്റെ ശിഷ്യരുടെ ഭരതനാട്യവും മോഹിനിയാട്ടവും കാണികളുടെ മനം കവർന്നു. ഹൈദരാബാദിൽ നിന്നെത്തിയ ഗുരു മാധു കോമൾ ബാബുവും ശിഷ്യരും അവതരിപ്പിച്ച കുച്ചുപ്പുടിയും ആസ്വാദകരമായി. ദേവസ്ഥാനാധിപതി ഡോക്ടർ ഉണ്ണിസ്വാമികൾ നർത്തകർക്ക് പൊന്നാടയും പ്രശസ്തി പത്രവും ശില്പവും നൽകി ആദരിച്ചു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.